പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനിനെ പുറത്താക്കണമെന്ന് മന്ത്രി ജി ചിഞ്ചുറാണി നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഒടുവിൽ അങ്ങനെ ഒരു നടപടി ഡീനിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം ആ വാർഡൻ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയും സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് VC പുറത്തിറക്കിയിരിക്കുന്നു. മിനിസ്റ്റർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അത് ഞാൻ വളരെ നേരത്തെ പറഞ്ഞതാണ്. കാരണം നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആൻറ്റി റാഗി സെല്ലുണ്ടായിരുന്നു. അവരുടെ നിഗമനത്തിൽ മുഴുവൻ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെയും അവരെ മൊഴിയെടുത്തു. ആ മൊഴിയുടെ ബേസിൽ 31 പേരെയാണ് അവർ കണ്ടെത്തിയത് കുറ്റവാളികളെന്ന്. അവരെ വീണ്ടും സ്ക്രീൻ ചെയ്ത് ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്ത 18ഓളം കുട്ടികളെ അവർ സസ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കേസെടുക്കുകയും അവർ ഡീബാർ ചെയ്യുകയും ചെയ്യും. 3 വർഷത്തേക്കാണ് അവർ ഡീബാർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പഠനം ഇനി 3 മാസത്തേക്ക് 3 വർഷത്തേക്ക് നടക്കില്ല. നിരന്തരം പറഞ്ഞതാണ്. അതിൻ്റെ ബേസിലാണ് നമുക്കറിയാം ഹോസ്റ്റലിൻ്റെ ചാർജ് വഹിക്കേണ്ടുന്നത് വാർഡനാണ്. അതുപോലെ നമുക്ക് അസിസ്റ്റൻറ്റ് വാർഡൻ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരാണ്. അപ്പോൾ വാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ ഡീനാണ്. അപ്പോൾ ആ ഡീൻ ഈ ഉത്തരവാദിത്വം ചെയ്തില്ല എന്നുള്ളത് അവിടുത്തെ തന്നെ വൈസ് ചാൻസലർ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നപ്പോൾ 3ാമത്തെ റിപ്പോർട്ടാണെന്ന് തോന്നുന്നു. ആ റിപ്പോർട്ടിനകത്ത് പ്രത്യേകിച്ചും ഈ വാർഡൻ്റെ പ്രശ്നമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ വാർഡൻ്റെ കയ്യിൽ നിന്ന് കുറ്റമുണ്ടായി എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ ബേസിലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വൈസ് ചാൻസലർക്ക് ഒരു അറിയിപ്പ് കൊടുത്തത്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെയും ഈ അസിസ്റ്റൻറ്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്യാൻ വേണ്ടി നിന്ന ദിവസം ഉച്ചയ്ക്കാണ് ഗവർണറുടെ പ്രത്യേകം ഒരു ഓർഡർ വന്ന് പുതിയ നമ്മുടെ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്ന തരത്തിലേക്ക് വരികയും പുതിയ വൈസ് ചാൻസലർ വന്ന് ചാർജ് എടുക്കുകയും ചെയ്തു. കാലതാമസം ഡീനിനെ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായോ? അങ്ങനെ ഒരു ആക്ഷേപമുണ്ടല്ലോ ഈ സിദ്ധാർത്ഥിൻ്റെ പിതാവിനാണ്. സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് അവർക്ക് അറിയിപ്പ് കൊടുത്തില്ല എന്നുള്ളതാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മയും അച്ഛനും പറയുന്നത്. അത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നോടും പറഞ്ഞതാണ്. അതിൻ്റെ ബേസിൽ തന്നെയാണ് അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. കാരണം ഇവരുടെ കടമ എന്താണ്? ഡീനൊരു പിഴവ് പറ്റി. അതിലൊരു പിഴവ് പറ്റി. കാരണം അവരവിടെ ചെന്നിട്ടില്ല. ഡീൻ അത് മാത്രമല്ല, മെനഞ്ഞാന്ന് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഒന്നെടുത്ത് പറയുന്നു, എൻ്റെ പണി വാർഡൻ്റെ പണിയല്ല, ഞാൻ അവിടെ ഡീൻ്റെ പണിയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ അത്തരത്തിലുള്ള ഒരാൾ ഈ കുട്ടികൾക്ക് വിഷയം ഉണ്ടാകുമ്പോൾ ഹോസ്റ്റലിൽ ഓടിയെത്തുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടുന്ന വ്യക്തി ഇതൊന്നും ഇത്ര ദിവസമായിട്ട് അറിഞ്ഞില്ല എന്നുള്ളത് ഗുരുതരമായി പുള്ളിക്ക് തന്നെ അറിയില്ല. അതെ, അതൊരു ഗുരുതരമായ വീഴ്ചയായതുകൊണ്ടാണ് അടിയന്തരമായിട്ട് പുതിയ VC വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, അത്യാവശ്യം നമ്മുടെ പഴയ തന്നെ നമ്മളൊരു വാക്കാൽ നമ്മൾ കാലതാമസം ഉണ്ടായിട്ടില്ലല്ലോ. കാലതാമസം കുറച്ച് വന്നു, ശകലം വന്നിട്ടുണ്ട്. കാലതാമസം അതിനകത്ത് ശകലം വന്നിട്ടുണ്ട്. ഇന്നാണ് പുതിയ വൈസ് ചാൻസലർ ഞങ്ങൾ കത്ത് കൊടുത്തു. ഇന്നലെ വീണ്ടും ഇത് വാക്കാൽ പറഞ്ഞ് ചെയ്യാഞ്ഞതുകൊണ്ട് കത്ത് കൊടുത്തു. ഡീനിനെ നടപടി വരുന്നു. പ്രധാനപ്പെട്ട ആവശ്യം ഡീനിനെ കൂടി പ്രതി ചേർത്തുള്ളൊരു അന്വേഷണം വേണമെന്നാണ് മിനിസ്റ്റർ നേരത്തെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിലൊരു അന്വേഷണം വേണ്ടതല്ലേ മിനിസ്റ്റർ? അല്ല, അത് പോലീസാണ് ചെയ്യേണ്ടുന്നത്. നമുക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല. കാരണം കുറ്റക്കാരാരാണെന്നുള്ളത് നമ്മൾ കണ്ടെത്താതെ അയാൾ പ്രതിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് കണ്ടെത്തേണ്ടുന്ന ചുമതല അവിടുത്തെ പോലീസ്, ഈ അന്വേഷണം നടത്തുന്ന പോലീസാണ്. നമുക്കറിയാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഉൾപ്പെടെ ഇപ്പോൾ അവിടെ ഉണ്ട്. ആവശ്യമെങ്കിൽ ചെയ്യാം. അത് അവിടെ ചെയ്തോട്ട്, പോലീസ് അന്വേഷിച്ചിട്ട് ചെയ്തോട്ട്.